പുൽപ്പള്ളിയിൽ വീണ്ടും കടുവയുടെ ആക്രമണം. കൃഗന്നൂരിൽ കടുവ പശുക്കിടാവിനെ കൊന്നു. മറ്റൊരു പശുവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. കബനിഗിരി സ്വദേശി പൂഴിപ്പുറത്ത് മാത്യുവിന്റെ പശുവിനെയാണ് കടുവ കൊന്ന് ഭക്ഷിച്ചത്. കബനിഗിരി ക്ഷീരസംഘം മുൻ പ്രസിഡന്റും കബനിഗിരി ശ്രുതിനഗർ പൂഴിപ്പുറത്ത് മാത്യുവിന്റെ 1 വയസ്സ് പ്രായമുള്ള പശുക്കിടാവിനെയാണ് കടുവ കൊന്നു ഭക്ഷിച്ചത്. വീടിനോട് ചേർന്നുള്ള തൊഴുത്തിൽ നിന്നാണ് പശുക്കിടാവിനെ കടുവ പിടിച്ചുകൊണ്ടുപോയത്. പുലർച്ചെ 3:30-ഓടെയാണ് സംഭവം. തൊഴുത്തിൽ കെട്ടിയ 6 വയസ്സ് പ്രായമുള്ള ഗർഭിണിയായ പശുവിനെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയപ്പോൾ തൊഴുത്തിൽ പശുക്കിടാവിനെ കാണാനില്ലായിരുന്നു. പശുവും കയർ പൊട്ടിച്ച് തൊഴുത്തിന് പുറത്ത് എത്തിയിരുന്നു. രാവിലെ വീട്ടുകാർ തോട്ടത്തിൽ നടത്തിയ തെരച്ചിലിലാണ് പശുക്കിടാവിൻ്റെ ജഡം കടുവ തിന്ന നിലയിൽ കണ്ടെത്തിയത്. വനപാലകർ സ്ഥലത്തെത്തി തെരച്ചിൽ നടത്തി. നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചു. വെളുപ്പിന് 3:30 പശുവിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ ലൈറ്റിട്ട് ഇറങ്ങുമ്പോൾ പശുവിനെ പരിക്കെല്ലാം പറ്റിയിട്ടുണ്ടായിരുന്നു കടിച്ച്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഡാവിനെ കണ്ടില്ല. ആദ്യം വലിയതിനെ നോക്കിയത്, വലിയ പശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡാവിനെ നോക്കും, ഡാവിനെ കണ്ടില്ല. അപ്പോൾ ഡാവിനെ കണ്ട് പോയി എന്നുള്ള ഏകദേശം സന്തോഷം അങ്ങനെ സമാധാനപ്പെട്ടിരിക്കുകയാണ്. കൂട് സ്ഥാപിക്കാനുള്ള ഉത്തരവ് ലഭിച്ചാലുടൻ വനംവകുപ്പ് കൂട് സ്ഥാപിക്കും. ക്ഷീരമേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് പ്രദേശത്ത് ഏറെയും. കടുവ ഭീതിയാൽ നാട്ടുകാരാകെ ഭീതിയിലാണ്. കടുവയെ കൂടുവെച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CD ബാബു, മലനാട് ന്യൂസ്, പുൽപ്പള്ളി.